അവനെ വിട്ടിട്ട് നീ നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം പാർട്ടിക്കൊന്നും പോകുന്നത് ശരിയല്ല. അഖിലിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നൈറ്റ് നീ പബ്ബിലേക്ക് പോയി, മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വന്നു. അഖിലിന്റെ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു പോലുമില്ല. എല്ലാം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. ഇതൊന്നും ശരിയല്ല കാർത്തിക. അതേടത്തേക്ക് ഇത് നിന്നോട് പറയുന്നതേ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യം. പക്ഷേ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറയാതെ തന്നെ മറ്റു രീതിയിലും എനിക്ക് നിന്നോട് പറയാൻ പറ്റും. വേറെ രീതി എന്ന് വെച്ചാ എങ്ങനെ? ഞാൻ പറയുന്നത് മനസ്സിലാക്ക കാർത്തിക. എന്നോട് എതിർക്കാൻ വന്നാ നീ വിവരം അറിയും. നൈറ്റ് നീ കുടിച്ചിട്ട് വന്നത് കണ്ട് നിന്റെ 2 ചെകിട്ടത്തും ഓരോന്ന് പൊട്ടിക്കാനാ തോന്നിയത്. രാവിലെ അഖിൽ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നതിന് മുന്നേ ഞാൻ വന്ന് നിന്റെ മുഖത്തടിക്കാനാ വിചാരിച്ചേ. പക്ഷേ എന്താ മിണ്ടാതിരുന്നേന്നറിയോ? ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുവന്ന് സമാധാനത്തിൽ പറയാന്ന് വെച്ചു. ഇതിനുശേഷവും നീ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്റ്റൈലിൽ എനിക്ക് പറയേണ്ടി വരും. അത് ചിലപ്പോ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അനിയത്തിയാണെന്ന കാര്യം പോലും ഞാൻ നോക്കില്ല. എന്റെ സ്വഭാവം മാറും. എടി, അഖിലിനെ ശ്രദ്ധിക്കാതെ പബ്ബിലേക്ക് പോവോ നീ? പാർട്ടിയിൽ പോയി കുടിച്ച് കൂത്താടി നടക്കാണോ നീ? നിന്റെ ഭർത്താവിന് നിനക്ക് ഒരു വിലയും ഇല്ലാതെ പോയല്ലേ? ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കും. നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. അങ്ങനെ എന്തെങ്കിലും നടന്നാ ഇവളുടെ ഗതി അതോ ഗതിയാ. അഖിലിന് അസുഖം ഭേദമാകുന്നത് വരെ നീ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അഖിലിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇതനുസരിക്കാതെ പുറത്തെങ്ങാനും പോയാ അവിടുന്ന് നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാ മതി. തിരിച്ച് ഈ വീട്ടിലേക്ക് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാകും. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്. അഖിലിന്റെ അസുഖം ഭേദമായിട്ട് ഞാൻ തന്നെ നിങ്ങളെ 2 പേരെയും നല്ല ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഹണിമൂണിന് പറഞ്ഞു വിടാം. കുറച്ചു നാളെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വാ. നീ വാ. അയ്യോ, ഈ വസു ചില്ലറക്കാരിയല്ല. ഇവള് നല്ലവർക്ക് നല്ലതും ചെയ്യും, മോശപ്പെട്ടവർക്ക് പണിയും കൊടുക്കും. ഞാനും ഇവളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്റെ രാജയെ കല്യാണം കഴിച്ച് ഞാൻ ഹണിമൂണിന് പോകും. ചെറിയച്ച, ഈ അമ്പലം നല്ല ഭംഗിയുണ്ടല്ലേ? നമുക്ക് ദിവസം ഈ അമ്പലത്തിലേക്ക് വരാൻ ചെറിയച്ച. വരാം. അഖിൽ, കാർത്തിക, കുറച്ചു കഴിഞ്ഞിട്ട് നിങ്ങള് ഹോമം ചെയ്യാനായിട്ടിരിക്കണം. അതിനു മുൻപ് അമ്പലം ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരൂ. കാർത്തിക, അഖിലിനെ കൂട്ടിക്കൊണ്ടു പോ. ഇവളാകെ പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു.
കാർത്തികയോട് എന്താ പറഞ്ഞത് വസു? പറയേണ്ടതൊക്കെ പറഞ്ഞു. കാർത്തിക അത് കേട്ടോ? വസുവടത്തി പറഞ്ഞാൽ അത് അവസാന വാക്കായിരിക്കും. നിന്നോട് എടുത്തി എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു. ഇനി ഞാൻ അഖിലിനെ നല്ലതുപോലെ നോക്കിക്കോളാം. നോക്കി എന്നെ കൊല്ലാതിരുന്നാ മതി. കാർത്തിക, ഏയ് അയ്യോ കാർത്തിക, കാർത്തിക, ഏയ് അഖിൽ! അയ്യോ, ഒന്നും പറ്റില്ലല്ലോ അഖിൽ. ഏട്ടനൊന്നും പറ്റില്ലല്ലോ. അറിയോ? ഓക്കെ, സോറി ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാ. വസുവട്ടത്തി പറഞ്ഞതുകൊണ്ടാ കാർത്തികയുടെ കൂടെ ഏട്ടനെ അയച്ചത്. അഖിലിനൊന്നും സംഭവിച്ചില്ല നന്ദിനി, നീ പേടിക്കണ്ട. ഭർത്താവിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഭാര്യ എങ്ങനെ ഭയക്കാതിരിക്കും? ഭർത്താവിനെ നോക്കേണ്ടത് ഭാര്യയുടെ ചുമതലയല്ലേ? മാത്രമല്ല ഇക്കാലത്ത് ആരും അത് ശ്രദ്ധിക്കാറില്ല. അയ്യോ അല്ല പൂജാരി, അഖിലിന്റെ ഭാര്യ ഇതല്ല, ഇതാണ്. ആ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആ കുട്ടിയാണെങ്കിൽ എന്തിനാ അത്ര ദൂരെ മാറി നിൽക്കുന്നത്? സോറി എടുത്തി. സാരി മിഞ്ചിയിൽ കയറി കുരുങ്ങിപ്പോയി. അത് ശരിയാക്കുമ്പോ വീൽ ചെയർ നീങ്ങിപ്പോയി. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഭർത്താവിനെ ശ്രദ്ധിക്കേണ്ടത് നീയല്ലേ മോളെ? ഞാൻ കരുതി ഈ കുട്ടിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെന്ന്. നിങ്ങളൊക്കെ ഇത്രയും ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെയാ? അവൾക്ക് ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. വീട്ടിൽ വെച്ച് എന്നെ നോക്കാറില്ല, പിന്നെ ഇവിടെ നോക്കുന്നാണോ? അഖിൽ, ഇത് അമ്പലമാണ്, വീടല്ല. അങ്ങനൊന്നും സംസാരിക്കാതെ. അല്ല പൂജാരി, ഹോമത്തിനുള്ളതെല്ലാം ഏർപ്പാടാക്കിയോ? അതെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു 15 നിമിഷത്തിനകം നല്ല മുഹൂർത്തം ഉണ്ടാവും. വന്നോളൂ. വാ. കാർത്തികേ, നിന്റെ കുടുംബജീവിതം അവസാനിക്കുന്നാണല്ലോ തോന്നുന്നത്? ആ പൂജാരി എന്താ പറഞ്ഞെന്ന് കേട്ടോ? അഖിലിന്റെ ഭാര്യ ആ നന്ദിനാണെന്നാ വിചാരിച്ചതെന്ന്. അതെങ്ങനെ വിചാരിക്കും? അപ്പൊ നീ അഖിലിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. നീ സാരി നോക്കി നിന്നില്ലേ? ഞാൻ മനഃപൂർവ്വം വിട്ടതാണോ? എന്റെ സാരി മിഞ്ചിയിൽ കുരുങ്ങിയതുകൊണ്ടാ. കാരണമൊന്നും നീ പറയണ്ട. നീ അഖിലിനെ ഒരിക്കലും വിടാൻ പാടില്ലായിരുന്നു. നീ അഖിലിനെ വിട്ടാലേ നിന്റെ സ്ഥാനത്ത് ആ നന്ദിനായിരിക്കും ഉണ്ടാവുക. എന്റെ സ്ഥാനത്ത് അവൾ എങ്ങനെ വരും? ആഫ്റ്റർ ഓൾ അവളൊരു നേഴ്സാ. നേഴ്സ് മാത്രല്ല, ഭാവനയുടെ അനിയത്തി കൂടിയാ. അഖിലിനെ അവള് മുറപ്പെണ്ണ. അതിന് അഖിൽ എന്നെ ഉപേക്ഷിച്ച് അവളെ കല്യാണം കഴിക്കുവോ? നീ ഇങ്ങനെ പെരുമാറി അവസാനം അത് തന്നെ നടക്കും. വസു നിനക്ക് തന്ന വാർണിംഗ് ഞാൻ കേട്ടുകൊണ്ട് തന്നെയാ നിന്നത്. വസുവിന് ദേഷ്യം വന്നാലുണ്ടല്ലോ, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി നിനക്കും അഖിലിനും ഡിവോഴ്സ് തന്ന് അഖിലിനെ നന്ദിനിയുടെ കല്യാണം നടത്തിയെന്ന് പറയാം. വസുവിന് വീട്ടിലെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നിന്റെ സൈഡിൽ ഞാനല്ലാത്ത വേറെ ആരുമില്ല. നിന്റെ അമ്മയ്ക്ക് പോലും നിന്നെ സഹായിക്കാനാവില്ല. നീ അഖിലിന്റെ കൂടെ നിൽക്കുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ വിധവയായി നിൽക്കേണ്ടി വരും. അഖിൽ, നീ എങ്ങോട്ടാടി ഓടുന്നത്? ഞാനും വരുന്നു. നിൽക്ക്. ഏട്ടത്തി, ഏട്ടത്തി. അഖിൽ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഐ എം സോറി അഖിൽ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, പ്രോമിസ്. ഏട്ടത്തി, ഏട്ടത്തി മാറിക്കോ. ഞാൻ അഖിലിനെ കൊണ്ടുവരാം. ഇനി മുതല് നിന്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാ. നിനക്ക് നന്ദിനിയുടെ ഹെൽപ്പ് പോലും ആവശ്യമില്ല. നിന്റെ ജോലിയെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഇനി ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങും പോകില്ല, സത്യം.
അയ്യോ നല്ല വെയിലുണ്ട്, ഇങ്ങനെ പുറത്ത് നിൽക്കണ്ട, അകത്തേക്ക് പോകാം. മാറിയെടുത്തി. ഇവളും ഇവളുടെ ഒരു ഓവർ ആക്ഷനും. ഇതൊക്കെ ഒന്ന് മിണ്ടാതിരുന്നാ പോരെ. ഇവളുടെ സ്ഥാനത്ത് നന്ദിനി വരുമെന്ന് പറഞ്ഞപ്പോ തന്നെ പേടിച്ചു പോയി ഇവള്. പക്ഷേ ഈ പേടി എത്ര നാളത്തേക്കാ? കാർത്തികയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നു വസു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവള് ശരിക്കും മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഭാസ്കരേട്ടനും ഏട്ടനൊക്കെ ഒരുപാട് സന്തോഷിക്കും. പറയൂ സാർ. നിങ്ങളുടെ സംസ്കൃതി ഈവൻസിനെ പറ്റി എനിക്ക് നേരത്തെ അറിയാമെങ്കിലും ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ലായിരുന്നല്ലേ? ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഓഫീസ് കുറച്ചുനാൾ അടയ്ക്കേണ്ടി വന്നിരുന്നു. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്കത് മനസ്സിലാവും. നിങ്ങളെപ്പറ്റി റാവു സാർ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ മകളുടെ ഫംഗ്ഷൻ നിങ്ങൾ നന്നായി നടത്തിയെന്ന് കേട്ടു. താങ്ക് യു സാർ. അടുത്ത ആഴ്ച എൻ്റെ മകളുടെ കല്യാണമാണ്. ആ കല്യാണം നിങ്ങളാണ് നടത്തേണ്ടത്. തീർച്ചയായും സാർ. താങ്കളുടെ ബഡ്ജറ്റ് എത്രയാ? 25 ലക്ഷത്തിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഒരു 5 ലക്ഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും കുഴപ്പമില്ല. കല്യാണം നന്നായി നടക്കണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അഡ്വാൻസ് തരാം. ഓക്കെ സാർ, ഞങ്ങൾ ഈവന്റ് ചെയ്യുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈവന്റ് ചെയ്യുമ്പോൾ അതിന്റെ ലെവലേ മാറും. ഇതാ സാർ 5 ലക്ഷം അഡ്വാൻസ്. ഇതാ വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ ഏട്ടാ. ബാക്കി എമൗണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ തരാം. ഇടയ്ക്ക് വേണ്ടി വന്നാലും പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ഈവന്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം സാറ് ഞങ്ങൾ വിളിച്ച് കാണിക്കാം. നിങ്ങളോടുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. കല്യാണം ഗംഭീരമാക്കണം. തീർച്ചയായും സാർ. സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട. പോയിട്ട് വരാം. ശരി സാർ. എന്നാ ശരി സാർ. അങ്ങനെ ആവട്ടെ. വക്കീൽ സാറേ, ഇന്ന് ഞാൻ വക്കീലിനെ നേരിട്ട് കാണാൻ വരാം. എത്ര ചെലവായാലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും എന്റെ രാജിക്ക് നിങ്ങൾ ജാമ്യം വാങ്ങി കൊടുക്കണം. മോളെ അർപ്പിക്കാനുള്ള നെയ്യ് ഞാൻ ഗർഭഗ്രഹത്തിൽ മറന്നു വെച്ചു. ആരെങ്കിലും പോയി എടുത്തു വരാമോ? അതിനെന്താ പൂജാരി, ഞാൻ തന്നെ എടുത്തിട്ട് വരാം. ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് പോവാ മോളെ. അടുത്ത 5 നിമിഷത്തിനുള്ളിൽ മുഹൂർത്ത സമയമാകും. ആ ആ, നിങ്ങളും വരൂ. ശരി വക്കീൽ സാറേ, ഞാൻ അമ്മേ ഇങ്ങ് തന്നേക്ക്. വരൂ. അയ്യോ എളേമ്മേ, അയ്യോ അയ്യോ എളേമ്മേ, എളേമ്മേ, അയ്യോ അയ്യോ സൂപ്പർ സൂപ്പർ. അയ്യോ സുമംഗലിയമ്മ താഴെ വീണു. അനു അങ്ങനെ പറയരുത്, അമ്മമ്മയ്ക്ക് ദേഷ്യം വരും. അയ്യോ സോറി എളേമ്മേ, എഴുന്നേൽക്ക്. അമ്മേ
ഛേ, എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടിട്ട് എന്നെ എഴുന്നേപ്പിക്കാൻ നോക്കുന്നോ? അയ്യോ അങ്ങനെയല്ല ഇളയമ്മേ. ഇളയമ്മ പഴത്തിന്റെ തൊലിയിൽ ചവിട്ടി വഴുതി വീഴാൻ പോയപ്പോഴാ ഞാൻ വന്ന് പിടിച്ചത്. പക്ഷെ എന്നെ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. നീ എന്നോട് കള്ളം പറയണ്ട. നീ എന്നെ നന്നായി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും താഴെ വീഴില്ലായിരുന്നു. നീ കാരണ ഞാൻ താഴെ വീണേ. എല്ലാരും എന്നെ കളിയാക്കി ചിരിക്കുക. നീ കണ്ടോ? ആന്റി അമ്പലത്തിൽ ഭൂകമ്പം ഉണ്ടാക്കിയല്ലോ. ആരാടി ആന്റി? നിന്റെ അമ്മ ആന്റി? അയ്യോ നിന്റെ അമ്മായി ആന്റി? നിന്റെ ചേച്ചിയായിരിക്കും ആന്റി? നിന്റെ മോളായിരിക്കും ആന്റി? നിന്റെ ഫാമിലിയിൽ മൊത്തം ആന്റികളായിരിക്കും. ഛോ. ദേ ആന്റി തറയിൽ വീണു. ആ, പാവം തറയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ആവോ? ആ, കേട്ടല്ലോ, എല്ലാരും പറയുന്ന നീ കേട്ടല്ലോ. ഇതെല്ലാം നീ കാരണം. സോറി ഇളയമ്മേ. ഹോമം തുടങ്ങാൻ സമയമായി. വാ നമുക്ക് അങ്ങോട്ട് പോവാം. കൺഗ്രാറ്റ്സ് ഏട്ടാ. എന്തിനാ ബി? നേരത്തെ നടന്ന ഫംഗ്ഷനിൽ ലോസ് സംഭവിച്ചെന്ന് കരുതി ഒരുപാട് വിഷമിച്ചതല്ലേ? എന്നാ അന്ന് നടത്തിയ ഈവന്റാണ് നമുക്കിപ്പോ മറ്റൊരു ഈവന്റ് തന്നിരിക്കുന്നത്. ഏട്ടൻ അധ്വാനിച്ചത് ഒരിക്കലും വെറുതെ ആയിട്ടില്ല. താങ്ക് യു അബി. പക്ഷേ ഈ ഇവന്റ് നീ തന്നെ ചെയ്യണം. ഏട്ടാ ഒരിക്കലും അല്ല. ഈ ഇവന്റും ഏട്ടനാ ചെയ്യാൻ പോകുന്നത്. വേണ്ട അബി, വീണ്ടും ഒരു നഷ്ടം സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. നഷ്ടം വരാതെ എങ്ങനെ ഈവന്റ് ചെയ്യാന്ന് ഞാൻ ഏട്ടന് പറഞ്ഞുതരാം. സിമ്പിളാണ്. ഇപ്പോൾ ഈ കല്യാണ ഈവന്റിന് അവര് പറഞ്ഞ ബഡ്ജറ്റ് 25 ലക്ഷമാണ്. ഇനി ഒരു 5 ലക്ഷം രൂപ കൂടി കൂടിയാലും കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ 25 ലക്ഷം രൂപയ്ക്കകത്ത് തന്നെ നിർത്തിയിരിക്കണം. ആ 25 ലക്ഷം രൂപയിൽ 70% മാത്രമേ നമ്മൾ ചെലവാക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള 30% കല്യാണം അവസാനിക്കുന്നത് വരെയും ബാക്കപ്പ് ആയിട്ട് നമ്മൾ കരുതിയേക്കണം. എന്നാൽ നമ്മൾ ചിലവ് കുറയ്ക്കാനും പാടില്ല. ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പൈസ ഇറക്കിയേ പറ്റൂ. സാധാരണയായി കല്യാണ ഫംഗ്ഷന് എവിടെയാണ് ചെലവ് കൂടുന്നതെന്നറിയോ? ഈവന്റ് നടക്കുന്ന സ്ഥലം, ഡെക്കറേഷൻസ്, അതിഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, വരുന്ന ആൾക്കാർക്ക് പെണ്ണു വീട്ടുകാർ കൊടുക്കുന്ന ചടങ്ങുകൾ, ഇതെല്ലാം നമ്മൾ അടുത്ത് നിന്ന് നിരീക്ഷിക്കണം. അതായത് ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ടേസ്റ്റാണ്. അതനുസരിച്ച് വേണം നമ്മൾ വെഡ്ഡിംഗ് ഡിസൈൻ ചെയ്യാൻ. ഇനി അതിനുശേഷം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ ഏട്ടാ? ഓക്കെ അബി. എനി ഡൗട്ട്സ്? ഒരു ഡൗട്ടും ഇല്ല. ഈ ഇവന്റിൽ ഒരു ലോസും വരാതെ ഞാൻ നോക്കിക്കോളാം. ദാറ്റ്സ് ദ സ്പിരിറ്റ്. എന്നും ഏട്ടൻ ഇങ്ങനെ വേണം ഇരിക്കാൻ. പക്ഷെ ഒരു വിഷമമുണ്ട് അബി. ഇതുവരേക്കും നമ്മുടെ സംസ്കൃതി ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ നീയും ഞാനും അഖിലും ചേർന്നല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പം അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അഖിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ട. നമ്മുടെ അഖിലില്ലാതെ സംസ്കൃതി ഈവൻസും ഉണ്ടാവില്ല. അതിനാദ്യം അവൻ നടക്കണ്ടേ അബി? അവൻ നടക്കുവേട്ടാ. നന്ദിനി ഇപ്പോൾ വന്നില്ലേ, ഇനി എല്ലാം അവൾ നോക്കിക്കോളും. അഖിൽ പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടി ഇന്ന് ക്ഷേത്രത്തിൽ വസുന്ധര ഏട്ടത്തെയും അഖിലിനെയും കാർത്തികയും കൊണ്ട് ഹോമം ചെയ്യിപ്പിക്കുകയാണ്. സുമംഗലിയമ്മ വരുന്ന വഴി തന്നെയാണോ? എന്താ ആന്റി താഴെ വീണെന്നോ? ഇത്രയും പ്രായമായിട്ടും മര്യാദക്ക് നടക്കാൻ അറിയില്ലേ നിങ്ങൾക്ക്? ഇവന്റെ 2 കാല് പോയെങ്കിലും കളിയാക്കലിന് ഒരു കുറവുമില്ല. ഇളയമ്മയ്ക്ക് എന്തെങ്കിലും ഒടിവോ ചതവോ പറ്റിയോ? ചതവോ മറ്റോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് തരാം. ഞാൻ തെന്നി വീണത് നിങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷ വാർത്തയാണല്ലേ? അങ്ങനെയൊന്നും ഇല്ല ഇളയമ്മേ. എല്ലാവരും അത് ഓർത്ത് വിഷമിച്ചിരിക്കുക. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്നെ മനഃപൂർവ്വം തള്ളിയിട്ട നിന്നെ ഞാൻ വെറുതെ വിടില്ലടി വസു. ഇതുപോലെ ഞാൻ നിന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വീഴ്ത്തി ഇതിന് പ്രതികാരം ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് സുമംഗലി എന്നല്ല. മോളെ, മുഹൂർത്തം നേരം ആരംഭിച്ചു കഴിഞ്ഞു. ഹോമം തുടങ്ങാമല്ലോ. ആരംഭിക്കും പൂജാരി. ശരി മോളെ.
ആ വിളക്ക് ഉപയോഗിച്ച് നിനക്കിട്ട് ഞാനൊരു പണി തരൂടി. ഇവൾ ഇവിടെ വെച്ച് കത്തിച്ചാമ്പലാവണം. ഇല്ലെങ്കിൽ ഇവള് പാതി കത്തിക്കരിഞ്ഞ് ഒരു വികൃത രൂപമായിട്ട് നിൽക്കണം. മോളെ, എല്ലാവരും കണ്ണടച്ച് വേണ്ടത് പ്രാർത്ഥിക്കുക. അയ്യോ അമ്മ, അമ്മയുടെ സാരി. അയ്യോ വസു, അയ്യോ അയ്യോ ചേച്ചി, ഏട്ടത്തി. അയ്യോ ഏട്ടത്തി, വസു. അയ്യോ ഉണ്ണി, പെട്ടെന്ന് കൊണ്ട് ചെല്ല് ചെല്ല്. അയ്യോ ഏട്ടത്തി, ഉണ്ണി. അമ്മേ, അമ്മയ്ക്കൊന്നും പറ്റില്ലല്ലോ? ഉണ്ണി, നിന്റെ കൈ. എന്റെ കൈക്കൊന്നും പറ്റില്ലമ്മേ. വേണമെങ്കിൽ നോക്കിക്കോ. ഈ ഉണ്ണിച്ചെറുക്കൻ എന്റെ എല്ലാ പ്ലാനും കൊളാക്കാൻ വന്നോളും. ആദ്യം ഈ ചെറുക്കനെയാ തട്ടേണ്ടത്. കൊച്ചു കുട്ടിയാണെന്ന് കരുതി വെറുതെ വിട്ടപ്പോ തലേ കയറി നിരങ്ങുക. ഒരുപാട് നന്ദി ഉണ്ണി. നീ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാനുള്ളപ്പോ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ. എന്താ വസു ഇത്? ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ആദ്യമേ ഉണ്ണി അത് കണ്ടതുകൊണ്ട് ഏട്ടത്തിക്കൊന്നും പറ്റിയില്ല. ചെറിയ കുട്ടിയാണെങ്കിലും ധൈര്യമായിട്ട് അവന്റെ അമ്മയെ രക്ഷിച്ചു. നീ വലിയവനാ മോനെ, നിനക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? അങ്കിള് പറഞ്ഞത് ശരിയാ. എന്റെ ചേട്ടൻ ഗ്രേറ്റാ, ഹീറോയാ. അതല്ല, ആ നിലവിളക്ക് അവിടെയല്ലേ ഇരുന്നത്? എങ്ങനെ എടുത്തിട്ട് അടുത്തെത്തിയേ?